നമ്മൾ SSC CGL 2024 ടയർ 1 12/9/2024 ഷിഫ്റ്റ് 2 എല്ലാ മാത്സിൻ്റെ ക്വസ്റ്റ്യനുമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആവറേജ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദ ഫസ്റ്റ് 46 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് ചോദിച്ചത്. ആവറേജിൻ്റെ ഇക്വേഷൻ എന്താ? ടോട്ടൽ സം ബൈ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. നമ്പർ ഓഫ് ഐറ്റംസ് 46 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഈ സം കിട്ടണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? n+1 × 2n+1 ദ ഹോൾ ഡിവൈഡ് ബൈ 6 ആണ്. അപ്പോൾ ഇത്രയും സം വരും, ദ ഹോൾ ഡിവൈഡ് ബൈ എന്നും വരും. എന്നും കട്ട് ചെയ്ത് പോയി. ഇവിടെ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 46. 46 + 1 47. 47 ഇൻറ്റു 46ൻ്റെ ഇരട്ടി എത്രയാണ്? 92. 92 1 93/6 ആൻസർ കിട്ടും. അപ്പം 47 ഇൻറ്റു 93 എത്രയാണ്? 7 3 27. 27 21 9 7 63. 63 10 73. 73 2 75 2 77 വരും. റിമൈൻഡർ 7 9 4 36. 36 7 43 വരും. അപ്പം 43 71 ഡിവൈഡ് ബൈ 6 ചെയ്താൽ ആൻസർ കിട്ടും. ഡിവൈഡ് ചെയ്യുന്ന 6 36 6 7 42 വരും. റിമൈൻഡർ 1 വരും. 7 3 18 പോകത്തില്ല. 7 2 12 പോവും. റിമൈൻഡർ പിന്നെ 5 വരും. 57ലേക്ക് എത്തിക്കണം. 57ലേക്കല്ല, 51ലേക്ക് എത്തിക്കണം. അപ്പോൾ ഇവിടെ 51ലേക്ക് എത്തിക്കണം. 6 9 54 പോവില്ല. 6 8 മാത്രമേ പോവുള്ളൂ. ഇവിടെ ഓപ്ഷൻ നോക്കുന്നു. 752 ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. മുമ്പോട്ട് ചെയ്തു പോകേണ്ട കാര്യമില്ല. ഇവിടെ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? പേഴ്സൺ ബോറോഡ് സം മണി ഓൺ സിമ്പിൾ ഇൻട്രസ്റ്റ്. ആഫ്റ്റർ 4 years ഹി റിട്ടേൺഡ് 9/5 ഓഫ് ദ മണി ടു ദ ലെൻഡർ. വാട്ട് വാസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള കേസുകളിൽ ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഈ 9/5 എന്ന് പറഞ്ഞ് തന്നേക്കുന്നതല്ലേ, ഈ 9/5 എടുക്കുമ്പോൾ ഈ ഡിനോമിനേറ്റർ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് എടുക്കുക. അതായത് 5 രൂപ കടമെടുത്തു, 9 രൂപ തിരിച്ചടച്ചു, 4 രൂപ എന്താണ്? പലിശ. ഇനി എന്താ? നോർമൽ PNR/100 ഇട്ടോളുക ഈക്വൽ ടു ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റിൻ്റെ അവിടെ എന്താണ്? 4 വരും. 5 രൂപ പ്രിൻസിപ്പൾ. നമ്പർ ഓഫ് ഇയേഴ്സ് 4 വർഷം. റേറ്റ് അറിയത്തില്ല, കണ്ടുപിടിക്കണം. ഡിവൈഡ് ബൈ 100 ഇൻറ്റു ഇൻട്രസ്റ്റ് എത്രയാണ്? 4 വരും. ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 400 ഡിവൈഡഡ് ബൈ 20 വരും. അപ്പം 40 ഡിവൈഡ് ബൈ 20 എന്ന് പറയുമ്പോൾ എത്ര? 2 എന്ന് പറയുമ്പോൾ എത്ര? 20 കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? മാർക്കറ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180 അങ്ങനെയാണെങ്കിൽ ഇറ്റ് വാസ് സോൾഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 15%. ഡിസ്കൗണ്ട് ഇൻ റുപ്പീസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് 180 രൂപയുടെ സാധനം 15% ഡിസ്കൗണ്ട് കൊടുത്തു. 15% ഡിസ്കൗണ്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ 100ൽ നിന്ന് 15 കുറച്ചു. മൊത്തം 100%. അതിനകത്ത് 15% കുറച്ചായിട്ടില്ല, ബാക്കി 85%. അപ്പം 100 × 85/180 × 85/100 ചെയ്താൽ മതി. 0 വെട്ടിപ്പോയി. 5 9 85 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ എത്രയാണ്? 17 വരും. 17 × 9 ചെയ്താൽ ആൻസർ കിട്ടും. 17 × 9 ചെയ്ത് എത്രയാണ്? 153 വരും. ഇത് ചെയ്താൽ ആൻസർ കിട്ടത്തില്ല. ഇത് 180 രൂപയുടെ സാധനം 153 രൂപയ്ക്കാണ് വിറ്റത്. നമ്മൾ ചോദിച്ചേക്കുന്ന ഡിസ്കൗണ്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 180 - 153 ചെയ്ത് എത്രയാണ്? 7 രൂപയാണ് ഡിസ്കൗണ്ട് കൊടുത്തത്. ഓപ്ഷൻ ഫസ്റ്റ് ആണ്. ഇപ്പം ഇത് കുറച്ച് കറങ്ങിയാണ് ചെയ്ത് എളുപ്പത്തിൽ ചെയ്യാം. 180 ഇൻറ്റു ഇവിടെ 15% ഡിസ്കൗണ്ട് കൊടുത്തത്. അപ്പം 15/100 ചെയ്താലും മതി. ഇത് ചെയ്യുമ്പോൾ 27 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താ? ഇൻ ട്രയാങ്കിൾ DEF
ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ ഡി ഇൻ്റർസെക്സ് സൈഡ് ഇ എഫ് എന്നാണ് പറഞ്ഞേക്കുന്നത് അറ്റ് ദ പോയിന്റ് എൻ. ഇഫ് ഡി ഈസ് ഇക്വൽ ടു 36, ഡി എഫ് എന്ന് പറയുന്നത് 40 ആണെങ്കിൽ ചോദിച്ചേക്കുന്നത് ലെങ്ത് ഓഫ് എൻ എഫ് എത്രയാണ് ചോദിച്ചേക്കുന്നത്. ഈ ലെങ്ത്ത് ആ ലെങ്ത്തല്ല, ഈ ലെങ്ത്താണ് ചോദിച്ചേക്കുന്നത്. അതുപോലെ മൊത്തം ലെങ്ത്ത് തന്നിട്ടുണ്ട്, ഇ എഫിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 38. ഈ ക്വസ്റ്റ്യൻ എന്താണ്? ആംഗിൾ ബൈസെക്ടർ തിയറത്തിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. ആംഗിൾ ബൈസെക്ടർ തിയറം എന്താണ്? ഈ ഒരു ഡി എന്ന് പറയുന്നത് ബൈസെക്ടർ ആണെങ്കിൽ ഈ രണ്ട് സൈഡും ഏത് റേഷ്യോയിലായിരിക്കും വിഭജിക്കപ്പെടുന്നത്? അത് ഇതിൻ്റെ റേഷ്യോയിലായിരിക്കും വിഭജിക്കപ്പെടുന്നത്. ഇത് റേഷ്യോ എടുക്കുന്നത് 10:11. 10/11 അല്ല, 10:9 വരിക. കാരണം എന്താ? 4 × 10 ചെയ്യുമ്പോൾ 40, 4 × 9 ചെയ്യുമ്പോൾ 36 വരുന്നത്. ഈ എഫ് എൻ എന്ന് പറയുന്നത് മൊത്തം ടോട്ടൽ തന്നിട്ടുണ്ട്. ഈ 38-ന് എന്താണ് നമുക്ക് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈ ലെങ്ത്താണ് ചോദിച്ചേക്കുന്നത്. അപ്പം ആ ലെങ്ത്തിൻ്റെ പ്രൊപ്പോർഷനായിട്ട് ഏതാ വരുന്നത്? 10 യൂണിറ്റാണ് വരിക. മൊത്തം എത്ര ഉണ്ട്? 19 യൂണിറ്റ്. 38 എന്ന് പറയുന്നത് എത്ര? 19ൻ്റെ ഇരട്ടിയാണ്. അപ്പം ആൻസർ എത്ര? 20 എന്ന് വരും. ഈ ലെങ്ത്ത് 20-ഉം മറ്റേ ലെങ്ത്ത് 18-ഉം വരും. അങ്ങനെയാണ് ടോട്ടൽ 38 വരിക. ആ തിയറം പഠിച്ചു വെച്ചാൽ മതി. ആംഗിൾ ഈ ഒരു ആംഗിൾ ബൈസെക്ടർ ആണെങ്കിൽ ഈ രണ്ട് സൈഡിൻ്റെയും പ്രപ്പോർഷൻ തന്നെയായിരിക്കും ഈ രണ്ട് സൈഡും വരുന്നത്. അതാണ് ആംഗിൾ ബൈസെക്ടർ തിയറം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സെക്ടർ വിത്ത് ആൻ ആർക്ക് ലെങ്ത് ഓഫ് എത്രയാണ്? 44 സെൻറ്റിമീറ്ററാണ്. വിത്ത് സബ്സ്റ്റൻസ് ആൻഡ് സെൻട്രൽ ആംഗിൾ ഓഫ് 30 ഡിഗ്രി. ഏരിയ ഓഫ് എ സെക്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? πr² ഇൻറ്റു θ/360 ആണ്. തീറ്റ ഇവിടെ എന്തായാലും 30 വരും. അപ്പം ഇവിടെ പൈ കോൺസ്റ്റൻ്റ് ആണ്, ആറിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അത് കണ്ടുപിടിക്കാൻ നമ്മൾ ആർക്ക് ലെങ്ത്തിലേക്ക് പോകണം. ആർക്ക് ലെങ്ത്ത് തന്നിട്ടുണ്ട് എത്രയാണ്? 44. അതായത് 2πr ഇൻറ്റു θ/360 വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പം തീറ്റയുടെ വാല്യൂ നമുക്കറിയാം 30 ഇതിൻ്റെ വാല്യൂ 44 തന്നിട്ടുണ്ട്. ഇതിനകത്ത് 6ൻ്റെ വാല്യൂ എടുക്കുമ്പോൾ എത്രയാണ്? 12 വരും. 2πr എന്ന് പറയുന്നത് ഈക്വൽ ടു 44 × 12. ഈ 2 ഇങ്ങോട്ട് പോകുന്ന കഴിയുമ്പോൾ എത്രയാണ്? ഡിവൈഡഡ് ബൈ 2 വരും. 6 44 × 6 വരും. മൊത്തം പോയിട്ട് ഇൻറ്റു 7/22 വരും. ഈ പൈ ഇവിടുന്ന് പോകും. അപ്പം ഇതാണ് 6ൻ്റെ വാല്യൂ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്രയാണ്? 2 12 × 7 ആണ് 6ൻ്റെ വാല്യൂ വരുന്നത്. 12 × 7 ചെയ്യുമ്പോൾ എത്രയാണ്? 6 = 84 എന്ന് വരും. ഇനി ഈ 6 കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നുമില്ലെങ്കിൽ ഇതിനകത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. എന്താണ്? 1/2 × ആർക്ക് ലെങ്ത് ഇൻറ്റു റേഡിയസ് ചെയ്താലും മതി. ഇതിനകത്ത് ഞാൻ കൊടുക്കുന്നത് 1/2 × ആർക്ക് ലെങ്ത് 44 × 84 വരും. ഇതും കൂടെ കട്ട് ചെയ്ത് പോയി 42 വരും. 44 × 42 ചെയ്ത് എത്രയാണ്? 18 48 എന്ന് വരും. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? 20,000 എംപ്ലോയീസ് ഉണ്ട് ടോട്ടൽ ഇൻ എ കമ്പനി. അങ്ങനെയാണെങ്കിൽ സ്റ്റഡി ദ ഗിവൻ ചാർട്ട് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോസ്. 30% ഓഫ് ദ എംപ്ലോയീസ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡി ആർ ഫീമെയിൽസ്. ദെൻ ഹൗ മെനി മെയിൽസ് ആർ ദെയർ ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് 100% വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 20,000 തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 1% വാല്യൂ എന്ന് പറയുന്നത് 200 ആണ്.
അങ്ങനെയാണെങ്കിൽ 30% വാല്യൂ എത്രയായിരിക്കും? ഇൻറ്റു 30 കൊടുത്താൽ മതി രണ്ട് സൈഡിലും. അപ്പം 20 × 3 ചെയ്യുമ്പോൾ 6000 എന്ന് വരും. 30% വാല്യൂ എന്ന് പറയുന്നത് 6000. നമ്മളോട് ചോദിച്ചേക്കുന്നതൊന്നുമല്ല, 30% എംപ്ലോയീസ് ഫീമെയിൽസാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഡിയിലെ ഇത്രയും ഭാഗത്തെ 30% എംപ്ലോയീസ് എന്ന് പറയുന്ന ഫീമെയിൽസാണ്. ബാക്കി 70% വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പം 60,000-ൻ്റെ 70% കണ്ടുപിടിച്ചാൽ മതി. ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ എത്ര? 6 42 4200 കറക്റ്റ് ആൻസർ വരും. അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ, ഈ m+n വാല്യൂ 24 തന്നിട്ടുണ്ട്. m-16 പ്ലസ് n-8 എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഞാൻ ഇത് കാണുമ്പോൾ തന്നെ m=16 n=8 കൊടുത്താൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? 16 - 16 0 പ്ലസ് 8 - 8 0 എന്ന് പറയുമ്പോൾ 0 വരും. പക്ഷെ ഇതിവിടെ ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. കാരണം ഇപ്പോൾ m-ന് 20ഉം n-ന് 4ഉം വരാം. അതുപോലെ തന്നെ m-ന് 12ഉം n-ന് 12ഉം വരാം. ഏത് കേസ് വേണമെങ്കിലും പോസിബിളാണ്. അപ്പോൾ ഇത് കൺഫേം ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇപ്പം ഞാൻ ഈ m-16 പകരം ഇവിടെ x എന്നും ഇതിന് y എന്നും കൊടുക്കുക. സോൾവ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? x + y = -16 - 8 വരുമ്പോൾ എത്രയാണ്? -24 വരും. ബാക്കി എന്താ വരുന്നത്? m+n വരും. m+n -24 വരും. ഈ m+n വാല്യൂ എന്താണ് ഇവിടെ തന്നിട്ടുണ്ട്? 24 തന്നിട്ടുണ്ട്. അപ്പം m+n ഞാൻ 24 കൊടുക്കുക. അപ്പം 24 - 24 0 വരും. x + y വാല്യൂ 0 വരും. അതുകൊണ്ട് അതിൻ്റെ ക്യൂബിൻ്റെ സം എന്ന് പറയുന്നത് 0 തന്നെയായിരിക്കും. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? 1/1 + cos θ / 1/1 - cos θയുടെ വാല്യൂ ചോദിച്ചേക്കുന്നത്. ഇത് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോളാം. അതായത് 1 - cos θ + 1 + cos θ / 1 + cos θ × 1 - cos θ. ഇവിടെ cos θ ക്യാൻസൽ ആയി പോകും. മുകളിൽ 2 വരും. 2 ഇത് a + b × a - b ഫോർമാറ്റിൽ, അതായത് 1² - cos² θ വരും. അപ്പോൾ 1² എന്താ? 1 തന്നെ. അപ്പോൾ 1 തന്നെ ഇട്ടാൽ മതി ഇവിടെ. ഇനി ഞാനിവിടെ ഈ 1-നെ എന്താണ് ഞാൻ sin² θ + cos² θ എന്ന് എഴുതാൻ പോവാം. അപ്പം ഇവിടെ എന്താ വരിക? sin² θ + cos² θ എന്ന് വരും. cos² θ കട്ട് ചെയ്ത് പോകും. ബാക്കി എന്താ ഉള്ളത്? ബാക്കി 2/sin² θ ഉള്ളത്. 2/sin² θ വരും. ഇതിനെ ഞാൻ എങ്ങനെ എഴുതുന്നത്? 2 × 1/sin² θ എന്ന് എഴുതാം എനിക്ക്. ഇവിടെ ഈ 1/sin² θ എന്താ? ഇത് cosec² θ. അപ്പം ആൻസർ എത്രയായിരുന്നു? 2 cosec² θ. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 9ാമത്തെ ചോദ്യം ചോദിച്ചേക്കുന്നത് എന്താ? ഫൈൻഡ് ദ ഗെയിൻ പെർസെൻറ്റേജ് വെൻ സുധി സോൾഡ് ഹെർ സ്കൂട്ടർ ഫോർ 24,318 ഗെയിനിങ് 1/6 ഓഫ് ദ സെല്ലിംഗ് പ്രൈസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഉണ്ട് 24,318 / 6 ചെയ്യുമ്പോഴാണ്, അതായത് 1/6 ഓഫ് ദ സെല്ലിംഗ് പ്രൈസിലാണ് അയാൾക്ക് ലാഭം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇയാൾക്ക് ലാഭം കിട്ടുന്നത്. അപ്പോൾ 6 4s 24. ഇനി 31 അതുപോലെ എടുക്കണം. റിമൈൻഡർ 0 ആണ്. അപ്പോൾ ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തോളൂ. ഇനി 6 5 30 റിമൈൻഡർ 1 4056 കിട്ടുക. 56-53 അയാൾക്ക് ലാഭമായിട്ട് കിട്ടുന്നത്. 24,318 ഇയാൾ വിറ്റത്. ഇതിനകത്ത് എന്താണ്? ഇയാൾക്ക് 4,053 രൂപ ലാഭം കിട്ടി. അപ്പോൾ ഇയാളുടെ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും? 24,318 കുറയ്ക്കുന്നതായിരിക്കും. 24,000 നിന്ന്
4000 പോയ 20,000, 20,318 53 കുറച്ച് എത്രയാണ്? അത് 20,265 വരും. അപ്പം ഇതാണ് ഇയാളുടെ കോസ്റ്റ് പ്രൈസ്, ഇത് പ്രോഫിറ്റും. അപ്പം സാധാരണ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണുന്ന പോലെ കിട്ടിയ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ്, അതായത് 20,265 ഇൻറ്റു 100 ചെയ്താൽ മതി. 4053 5 തവണ പോവും. 1/5 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എത്ര? 20% ആൻസർ. അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? ജസ്റ്റ് ബോട്ട് മാസ് വെച്ച് ഇത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അകത്തേതാണ് കിടക്കുന്നത് 2.5 + 1.5 ഹോൾ സ്ക്വയർ, അത് എത്ര? 4 വരും. ബ്രാക്കറ്റിനകത്തുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ബോർഡ് മാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രാക്കറ്റ് ആദ്യം പ്രയോറിറ്റി കൊടുക്കണം, പിന്നെ ഓഫിന് പ്രയോറിറ്റി കൊടുക്കണം, ഡിവിഷന് പ്രയോറിറ്റി കൊടുക്കണം, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. ഈ ബ്രാക്കറ്റിനകത്തുള്ള ഞാൻ കൂട്ടി 2.5 + 1.5 4 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4, പിന്നെ ഓഫാണ്, ഓഫ് 1/2 ഇൻറ്റു 8 - 1 ആണ്. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണ്? 4/1/2 ആണ്. ഓഫ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇൻറ്റു ആണ്. 4 × 1/2 ചെയ്യുമ്പോൾ എത്ര? അത് 2 തന്നെയാണ് വരുന്നത്. ഇത്രയും പോയിട്ട് എന്താണ്? 2 വരും. പിന്നെ എന്താണ്? ഡിവിഷനാണ് ചെയ്യുന്നത്. അപ്പം 16 / 2 വരും. അപ്പം എത്രയാണ്? ഇവിടെ 16 വരും. 16 / 2 എന്ന് പറയുമ്പോൾ എന്താണ്? 8 വരും. അപ്പം 64 - 1 എന്ന് പറയുന്നത് 63 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഫസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കള്ളനും പോലീസും തമ്മിലുള്ള ഡിസ്റ്റൻസ് 150 മീറ്ററാണ്. അവരുടെ റേഷ്യോ ഓഫ് ദ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5:4 ആണ്. ദെൻ എന്താ പറഞ്ഞിരിക്കുന്നത്? പോലീസ് പിടിക്കുന്നതിന് മുമ്പ് കള്ളൻ എന്തോരം ദൂരം ഓടുന്ന ചോദിച്ചേക്കുന്നത്, ഡിസ്റ്റൻസ് ഇൻ മീറ്റർ. ഇവിടെ നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും, കാരണം ടൈം എന്താണ്? ടൈം കോൺസ്റ്റൻ്റ് ആണ് രണ്ട് പേർക്കും, പോലീസിനും തീഫിനും ടൈം എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അതായത് സ്പീഡിൻ്റെ റേഷ്യോ തന്നേക്കുന്നത് എന്താണ്? 5:4 ആണ്. ടൈം കോൺസ്റ്റൻ്റ് ആണ്. അവർ തമ്മി കണ്ടപ്പോഴാണ് ഓടാൻ തുടങ്ങിയത്. സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ടൈം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് സ്പീഡ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ആവും. അപ്പോൾ എന്താ? 5:4 തന്നെയാണ് ഇയാൾ. അതായത് കള്ളൻ 4 യൂണിറ്റ് ദൂരം ഓടുമ്പോൾ പോലീസ് എന്താണ്? 5 യൂണിറ്റ് ദൂരം ഓടുന്നത്. തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 യൂണിറ്റാണ് വ്യത്യാസം. 5-ന് 4 പോയാൽ എത്ര? 1 യൂണിറ്റാണ് വ്യത്യാസം. ആ 1 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 150 ആണെങ്കിൽ ഈ 4 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 4 × 150. അപ്പോൾ അത് ചെയ്യുമ്പോൾ എത്ര? 600 വരും. അപ്പോൾ പോലീസ് പിടിക്കുന്നവരെ കള്ളൻ ഓടുന്ന ദൂരം എത്രയാണ്? 600 മീറ്ററാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ റേഷ്യോ ബിറ്റ്വീൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഇൻ എ ക്ലബ് എന്ന് പറയുന്നത് 2:3 ആണ്. ഇഫ് ദ നമ്പർ ഓഫ് ദ മെയിൽ നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 200 ദ റേഷ്യോ ബിക്കെയിം 5:6. അങ്ങനെയാണ് ഹൗ മെനി ഫീമെയിൽസ് ആർ ദെയർ ഇൻ ദ ക്ലബ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇനിഷ്യൽ റേഷ്യോ എത്രയാണ്? 2:3 ആണ്. അതായത് മെയിൽ ടു ഫീമെയിൽ 2:3 ആണ്. ഇതിനകത്ത് മെയിൽ 200 വരെ ആഡ് ചെയ്യുവാണ്, ഫീമെയിൽസിന് ആരും ആഡ് ചെയ്യുന്നില്ല. അപ്പം 5:6 ആവും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫീമെയിൽസിൻ്റെ ഇതിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. നേരത്തെ എത്രത്തോളം ഫീമെയിൽസ് ഉണ്ടായിരുന്നു അത്രയും തന്നെ ഫീമെയിൽസ് 5:6 ഉള്ളൂ. ഇത് ചെയ്യാൻ വേണ്ട ഇവിടെ 2K എന്ന് എടുക്കാം. ഇനിഷ്യൽ നമ്പർ ഓഫ് മെയിൽസ് എന്ന് പറയുന്നത് 2K ആണ്. ഇനിഷ്യൽ നമ്പർ ഓഫ് ഫീമെയിൽസ് എന്ന് പറയുന്നത് 3K ആണ്. K എന്ന് പറയുന്നത് ഒരു സംഖ്യയാണ്. 3 കൊണ്ട് എന്തോ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്താണ്? നമ്പർ ഓഫ് ഫീമെയിൽസ് കിട്ടും. ഇനി മെയിൽ എത്ര ആഡ് ചെയ്തേക്കുന്നത്? 200 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റേഷ്യോ ബിക്കും എത്രയാണ്? 5:6 ആയി. ഇനി ഇതിനകത്ത് സോൾവ് ഫോർ K ചെയ്താൽ മതി. അപ്പോൾ അത് ചെയ്യാൻ നേരത്തെ എന്താകുന്നത്? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം 15K = 2K + 200 × 6 വരും. 6 അകത്തേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ്? 15K = 12K + 1200 വരും. ഇത് 3K = 1200. K = 1200/3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 400 വരും. Kയുടെ വാല്യൂ 400 കിട്ടി. ഒന്നുമില്ല, ഇവിടെ നമ്മൾ ഫീമെയിൽസിന് 3K ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ 3 × 400 ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ്? 1200 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം.
ഇവിടെ 13ാമത്തെ ക്വസ്റ്റ്യൻ 7 tan θ ഈക്വൽ ടു 3 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. 7 sin θ പ്ലസ് 5 cos θ ഡിവൈഡ് ബൈ 7 sin θ മൈനസ് 2 cos θ എത്രയാണെന്ന് ചോദിച്ചത്. അതായത് 7 tan θ ഈക്വൽ ടു 3 എന്ന് തന്നിട്ടുണ്ട്. tan θ ഈക്വൽ ടു 3/7. ഇത് വെച്ച് എന്താണ് ട്രയാങ്കിൾ വരച്ചോളുക. tan θ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പം ഇത് തീറ്റ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 3/7 വരും. 3/7 3ഉം 7ഉം വരും. ഇവിടെ ഹൈപ്പോട്ടനസ് എന്താ വരുന്നത്? റൂട്ട് 58 വരും. അതെന്താ റൂട്ട് 9 പ്ലസ് അതായത് 3 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ. ഇനി എന്താണ് 7 ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, അതായത് 3/√58 പ്ലസ് 5 ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, അതായത് 7/√58 ഡിവൈഡ് ബൈ ഒന്നുകൂടെ വരും 7 സൈൻ തീറ്റ, അതായത് 3/√58 പ്ലസ് അല്ല മൈനസ് ആണ് -2 cos θ 2 ഇൻറ്റു 7/√58. ഇവിടെ മുകളിൽ എന്താ വരുന്നത്? ഈ 7 3 21 7 5 35 രണ്ടും കൂടെ കൂട്ടി 56 ഡിവൈഡ് ബൈ √58 ഹോൾ ഡിവൈഡ് ബൈ 21 മൈനസ് 14 ചെയ്യുമ്പോൾ എത്ര 7 വരും. 7/√56 56 വെട്ടിപ്പോയി. 56 ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ 7 8 56 വരും. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഫുൾ എക്സ്പ്രഷനെ ഒരു കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയായിരുന്നു. മീൻസ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 7 സൈൻ തീറ്റ ബൈ കോസ് തീറ്റ വരുമ്പോൾ എന്താ ടാൻ തീറ്റ വരും. പ്ലസ് 5 കോസ് തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ 1 വരും. ഇവിടെ എന്താണ് 7 സൈൻ തീറ്റ ബൈ കോസ് തീറ്റ വരും. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം 7 സൈൻ തീറ്റ ബൈ കോസ് തീറ്റ വരുമ്പോൾ ഇവിടെ 7 ടാൻ തീറ്റ ആവും. മൈനസ് 2 കോസ് തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ എന്ന് വരുമ്പോൾ എന്താണ് 2 വരും. ഇനി എന്താണ് ടാൻ തീറ്റയുടെ വാല്യൂ നമുക്ക് നേരിട്ട് അറിയാം. അതെത്ര 3/7. അപ്പം 7 ഇൻറ്റു 3/7 പ്ലസ് 5/7 ഇൻറ്റു 3/7 മൈനസ് 2 ചെയ്താൽ മതി. ഇത് ചെയ്യുമ്പോഴും എന്താണ് 8 എന്ന് തന്നെ വരും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 2 pipes A and B that can fill the tank in 48 minutes and 66 minutes respectively. If both the pipes are opened simultaneously, then how many minutes should pipe B be closed so that the tank get filled in 32 minutes എന്നാണ് ചോദിച്ചത്. ഇവിടെ A എത്ര മിനിറ്റ് കൊണ്ട് ഫില്ല് ചെയ്യും? 48 മിനിറ്റ് കൊണ്ടും B എത്ര മിനിറ്റ് കൊണ്ട് ഫില്ല് ചെയ്യും? 66 മിനിറ്റ് കൊണ്ട് ഫില്ല് ചെയ്യും. ഇപ്പോൾ ഇവിടെ 48ന് 66ന് LCM എടുക്കണം, ടോട്ടൽ ടാങ്ക് കപ്പാസിറ്റി അറിയാം. ഇപ്പോൾ ഇവിടെ ഞാനിതിനെ എന്താണ് 6 8 48 എന്ന് എഴുതി. ഇതിന് 6 8 48, ഇവിടെ 6 ഇൻറ്റു 11 ഉണ്ട്. ഇവിടെ രണ്ടിലും 6 കോമൺ ആണ്. ഇവിടെ 66നെ വെച്ച് നോക്കുമ്പോൾ 42 എന്താ ഒരു കുറവ്? ഒരു 11ൻ്റെ കുറവാണ്. അപ്പോൾ LCM എത്രയാണ് വരുന്നത്? 48 ഇൻറ്റു 11 വരും. അതെത്ര 528 ഉണ്ടാവുക. ഇതാണ് ടോട്ടൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി. ഇനി ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? പൈപ്പ് how many minutes should pipe be closed so that tank get filled in 32 minutes എന്നാണ് പറയുന്നത്. അതിന് അർത്ഥം എന്താ? പൈപ്പ് എ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നതെന്നാണ് അർത്ഥം. അപ്പോൾ അതിന് മുമ്പ് നമ്മളിവിടെ എഫിഷ്യൻസി എടുക്കണം. അതായത് ടോട്ടൽ വർക്ക് 528. അപ്പോൾ ഇവരുടെ എഫിഷ്യൻസി വരുമ്പോൾ എത്ര? 528/48 ചെയ്യുമ്പം എയുടെ എഫിഷ്യൻസി 11, ബിയുടെ എഫിഷ്യൻസി എത്ര? 528/66 ചെയ്യുമ്പം വരുന്നത് 8 അപ്പം എ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പം 32 മിനിറ്റ് ടൈമാണ്, 11 എഫിഷ്യൻസി. അപ്പം ടൈമിൻ്റെ എഫിഷ്യൻസി ചെയ്യുമ്പോൾ എന്താണ് വർക്ക് കിട്ടും.
അപ്പം 32 ഇൻറ്റു 11 ചെയ്യുമ്പോൾ എത്രയാണ്? 32 ഇൻറ്റു 11 ചെയ്യുമ്പം 352 കിട്ടും. 352 വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള വർക്ക് ആരാണ്? ബി തന്നെ ചെയ്യണം. ഇവിടെ ടോട്ടൽ 522 വർക്കുണ്ട്. അതിനകത്ത് 352 തന്നെ എ ചെയ്തു. ഇനി ബാക്കിയുള്ളത് എത്രയാണ്? 528 മൈനസ് 352 ചെയ്യുമ്പോൾ 176 വർക്കാവുള്ള. ഈ 176 വർക്ക് ആര് ചെയ്യണം? ബി തന്നെ ചെയ്യണം. 176 ഡിവൈഡ് ബൈ 8 ചെയ്യുമ്പോൾ എത്രയാണ് സമയം കിട്ടും? അപ്പോൾ 8 2s are 16, റിമൈൻഡർ 8 2s are 16, 22 മിനിറ്റ് എടുക്കും ഈ 176 വർക്ക് ബി ചെയ്യാൻ. അങ്ങനെയാണ് 22 മിനിറ്റിന് ശേഷം ബി അങ്ങ് ക്ലോസ് ചെയ്ത് വിട്ടാൽ ആ പറയുന്ന സമയം കൊണ്ട് എ ടാങ്ക് നിറയ്ക്കും. ഇഫ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഓൺ ടെന്നീസ് ആൻഡ് ഫുട്ബോൾ എന്ന് പറയുന്നത് 1,45,000 ആണെങ്കിൽ ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഓൺ ഓൾ ദ ഗിവൺ സ്പോർട്സ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 14% ടെന്നീസും 15% ഫുട്ബോളും കൂടെ കൂട്ടി എത്രയാണ്? 29% വാല്യൂ ആണ് തന്നിരിക്കുന്നത് 1,45,000. ഇവിടെ 1% വാല്യൂ എത്രയാണ്? 1,45,000 ഡിവൈഡ് ബൈ 29 അപ്പോൾ 29 ഇൻറ്റു 5 ചെയ്യുമ്പോൾ എത്രയാണ്? 145 വരും. അപ്പം 1% വാല്യൂ എന്ന് പറഞ്ഞാൽ 5,000 ആണ് കിട്ടി. 1% വാല്യൂ 5,000 ആണെങ്കിൽ 100% വാല്യൂ എത്ര? ഇവിടെ ഇൻറ്റു 100 കൊടുത്താൽ മതി. അപ്പം 5,000 കഴിഞ്ഞ് 2 0 കൂടെ. ഇതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 16ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താ? ഒരു മാസം ഒരു പുള്ളിക്ക് 20 കിലോ റൈസും വേണം, 8 കിലോ വീറ്റും വേണം. പിന്നെ പറഞ്ഞേക്കുന്നത് ദ പ്രൈസ് ഓഫ് റൈസ് എന്ന് പറയുന്നത് 20% ഓഫ് ദ വീറ്റാണ്. അതുപോലെ തന്നെ അയാളുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 300 പെർ മന്ത് ഫോർ റൈസ് ആൻഡ് വീറ്റ് കമ്പൈൻഡ് ആണ്. ഇനി അടുത്ത് പറഞ്ഞേക്കുന്നത് ഇഫ് ദ പ്രൈസ് ഓഫ് ദ വീറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%, വാട്ട് പെർസെൻറ്റേജ് ഓഫ് റിഡക്ഷൻ ഇൻ റൈസ് കൺസപ്ഷൻ ഈസ് നീഡ് ടു മെയിൻറ്റെയിൻ ദ സെയിം എക്സ്പെൻഡിച്ചർ ഓഫ് 300 എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഇവിടെ റൈസ് പ്ലസ് വീറ്റ് എന്ന് പറയുന്നത് 300 ആണ്. അതുപോലെ എന്താ പറഞ്ഞേക്കുന്നത്? റൈസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വീറ്റിൻ്റെ പ്രൈസിൻ്റെ 20% ഉള്ളൂ. അപ്പം വീറ്റ് ഇൻറ്റു 20/100 ഇസിക്കൽ ടു എന്താണ്? റൈസാണ്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? ഇനി എന്നോട് പറഞ്ഞേക്കുന്നത്, നമുക്ക് പറഞ്ഞേക്കുന്നത് 20 കിലോ റൈസ് കൺസ്യൂം ചെയ്യുന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 20 ഇൻറ്റു ഈ റൈസിന് പകരം എന്താ? വീറ്റ് ഇൻറ്റു 20/100 എന്ന് എഴുതുക. അപ്പോൾ W ഇൻറ്റു 20/100 പ്ലസ് വീറ്റ് എത്രയാണ്? 8 കിലോ വെച്ച് കൺസ്യൂം ചെയ്യുന്നുണ്ട് ഇൻറ്റു വീറ്റ് ഈസിക്കൽ ടു 300 എന്നിട്ടോളാം. ഇനി ഇവിടെ സോൾവ് ഫോർ വീറ്റ് ചെയ്താൽ മതി. 400 W/100 പ്ലസ് 8W ഈക്വൽ ടു 300 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഇത് കട്ടായി പോവും. അപ്പം 4 വീറ്റ് ഈസിക്കൽ 4 പ്ലസ് 8 വീറ്റ് എന്ന് പറയുന്നത് എത്ര? 12 വീറ്റ് എന്ന് പറയുന്നത് 300 വരും. വീറ്റ് ഈസിക്കൽ ടു 300/12 എത്ര? വീറ്റിൻ്റെ 1 കിലോ വില എത്ര? 25 രൂപയാണ്. അപ്പോൾ 1 കിലോ വീറ്റിൻ്റെ പ്രൈസ് 25 ആണെങ്കിൽ അതിൽ നിന്ന് റൈസ് ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് 25 ഇൻറ്റു 20/100 ചെയ്യുമ്പോൾ 50/10 അഥവാ 5 രൂപയാണ് 1 കിലോ റൈസിൻ്റെ വില വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് വരാം. അതായത് ചോദിച്ചേക്കുന്നത് വീറ്റിൻ്റെ പ്രൈസ് 20% കൂടി, അതായത് 25 20% കൂടി എന്ന് പറഞ്ഞാൽ 120/100 വരും. 25 20% കൂടി 120/100 ചെയ്യുമ്പോൾ എത്രയാണ്? 30 രൂപയാവും. നേരത്തെ 25 രൂപ ഉണ്ടായിരുന്നു, ഇപ്പം 30 രൂപയായി. അപ്പം ഇയാൾ 8 കിലോ വീറ്റ് വാങ്ങുന്നുണ്ട്. അപ്പോൾ 8 ഇൻറ്റു 30 ചെയ്യുമ്പോൾ എത്രയാണ്? 3 300 രൂപയിൽ 240 രൂപ തന്നെ വീറ്റ് വാങ്ങാൻ ചിലവാകും. ബാക്കി എത്രയാണ്? 300 രൂപയിൽ 240 രൂപ വീറ്റ് വാങ്ങിയാൽ 60 രൂപ ബാക്കിയുണ്ട്. ആ 60 രൂപയ്ക്ക് പുള്ളിക്ക് എന്ത് റൈസ് വാങ്ങാൻ പറ്റുള്ളൂ. 1 കിലോ അരിക്ക് 5 രൂപയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം 60 രൂപയ്ക്ക് എത്ര കിലോ അരി കിട്ടും? 60 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ എത്രയാണ്? 12 കിലോയെ അരി കിട്ടത്തുള്ളൂ. നേരത്തെ അയാൾ എന്താണ് ഇവിടെ 20 കിലോ അരി വാങ്ങിച്ചുകൊണ്ടിരുന്ന സമയത്ത് അയാൾക്ക് ഇപ്പോൾ 12 കിലോ അരിയേ കിട്ടുന്നുള്ളൂ. എങ്ങനെ ആൻസറിലേക്ക് എത്താൻ പറ്റും? അതായത് നേരത്തെ അയാൾ 20 കിലോ അരി വാങ്ങിച്ചുകൊണ്ടിരുന്ന സമയത്ത് അയാൾക്ക് ഇപ്പോൾ 12 കിലോ അരി വാങ്ങാൻ പറ്റുന്നുള്ളൂ. എത്രയാണ് കുറഞ്ഞേ?
8 കിലോ കുറഞ്ഞു എത്രയിൽ? 20 ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ 80/2 എന്ന് ചെയ്യുമ്പോൾ 40 ഉത്തരം കിട്ടും. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഇത് കുറച്ച് നല്ലൊരു ക്വസ്റ്റ്യനാണ്. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ജസ്റ്റ് കണ്ടു നോക്കിയാൽ മതി. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ട്രയാങ്കിൾ ABC ലെങ്ത് ഓഫ് ദ സൈഡ് BC എന്ന് പറയുന്നത് ABനേക്കാളും 2 സെൻറ്റിമീറ്റർ കുറവാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് X ആണെങ്കിൽ X-2. സോറി, അങ്ങനെയല്ല. ദ ലെങ്ത് ഓഫ് ദ സൈഡ് BC ഈസ് 2 സെൻറ്റിമീറ്റർ ലെസ് ദാൻ ദ ട്വൈസ് ലെങ്ത് ഓഫ് AB എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 2x - 2 ആണ് വരിക. ഇനി അടുത്ത കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ദ ലെങ്ത് ഓഫ് ദ സൈഡ് AC എക്സീഡ്സ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് AB ബൈ 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് X+10 വരും. പിന്നെ പറഞ്ഞിരിക്കുന്നത് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 40 സെൻറ്റിമീറ്റർ പറഞ്ഞിരിക്കുന്നത്. ഡിറ്റർമൈൻ ദ ലെങ്ത് ഓഫ് ദ സ്മോളസ്റ്റ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുന്നതാണ്. അതായത് X+10 പ്ലസ് 2x - 2 പ്ലസ് X എന്ന് പറയുന്നത് എത്രയാണ്? 40 തന്നിട്ടുണ്ട്. ഇനി ഇവിടെ സോൾവ് ഫോർ X ചെയ്താൽ മതി. ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 4x പ്ലസ് 8 വരും. 4x + 8 എന്ന് പറയുന്നത് 40 വരും. ഇവിടെ എന്താ? 4x = 32 എന്ന് വരും. X = എന്താണ്? X = 8 എന്ന് വരും. അപ്പോൾ X കിട്ടിയാൽ ഇനി എന്താ? ഇവിടുത്തെ സ്മോളസ്റ്റ് ലെങ്ത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം Xൻ്റെ അവിടെ എല്ലാം 8 ഇട്ട് കൊടുത്താൽ മതി. അപ്പം 16 - 2 14 18 വരും. ഇവിടുത്തെ ഏറ്റവും ചെറിയ സൈഡ് 8ആണ് ഏറ്റവും ചെറിയ സൈഡ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ 18ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സർക്കിളുണ്ട്. അതിൽ നിന്ന് T എന്ന് പറഞ്ഞൊരു പോയിന്റിലേക്ക് ടാൻജൻറ്റ് വരച്ചേക്കുക. ലെങ്ത് ഓഫ് ദ ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ വന്നേക്കുന്നത് 32 സെൻറ്റിമീറ്ററാണ്. അതുപോലെ തന്നെ T എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് സെൻറ്ററിലേക്ക് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഡിസ്റ്റൻസ് വന്നേക്കുന്നത് 40 ആണ്. അങ്ങനെയാണ് ഡയമീറ്റർ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ജസ്റ്റ് പൈതഗോറസ് തിയറം വെച്ച് ചെയ്താൽ മതി. ഇത് 90 ഡിഗ്രിയാണ്. 2 സൈഡും തന്നിട്ടുണ്ട്. ഇത് റേഷ്യോ എടുക്കുമ്പോൾ എത്രയാണ്? 8 5 40 8 4 32. അപ്പം 3 4 5 റേഷ്യോയിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 3 വരും. അപ്പം ഈ സൈഡ് ഈ റേഡിയസ് എത്രയാണ് വരുന്നത്? 3 ഇൻറ്റു ഇവിടെ അല്ല ഇൻറ്റു 8 ചെയ്തപ്പോഴാണ് 32 14 കിട്ടിയത്. അപ്പം 3 × 8 ചെയ്യുമ്പോൾ 24 കിട്ടും. റേഡിയസ് എന്ന് പറയുന്നത് 24. അപ്പോൾ ഡയമീറ്റർ ഇൻറ്റു 2 ചെയ്യുമ്പോൾ 48 വരും. എനിക്ക് ഈ ഒരു സൈഡിൻ്റെ റേഷ്യോ 3 കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 4 5 ഒരു പൈതഗോറിയൻ ട്രിപ്ലറ്റാണ്. 6 8 10 വേറൊരു പൈതഗോറിയൻ ട്രിപ്ലറ്റാണ്. ഇതെല്ലാം ഇൻറ്റു 2 ചെയ്യുന്നതാണ് അത് കിട്ടുന്നത്. ട്രിപ്ലറ്റൊക്കെ കാണാതെ അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 സിലിണ്ടർ ഉണ്ട്. അവരുടെ ബേസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 4:5 ആണ്. ആൻഡ് ദർ ഹൈറ്റ് ആർ ഇൻ ദ റേഷ്യോ 5:7. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ കർവ്ഡ് സർഫസ് ഏരിയാസ് എന്നാണ് ചോദിച്ചത്. ഇവിടെ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടറിൻ്റെ ഇക്വേഷൻ എന്താ? 2πrh ആണ്. 2πr1 h1 2πr2 h2 കണ്ടുപിടിച്ചാൽ മതി. എല്ലാം അതുപോലെ തന്നെ തന്നിട്ടുണ്ട്. അപ്പം 2πയും 2πയും വെട്ടിപ്പോയി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 5/5. അതായത് റേഡിയസ് r2 ഇൻറ്റു 7 ചെയ്താൽ മതി. 20/35 വരും. 5 കൊണ്ട് വെട്ടുമ്പോൾ 5 4 20 5 7 35 4:7 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 4. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? ഈ ഒരു ഗാർഡനിൽ 6 ഡേസി പ്ലാന്റ് ഉണ്ട്. ഓരോ വർഷം കൂടുമ്പോഴും ആൾ 3 എണ്ണം വെച്ച് പുതിയതായിട്ട് പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അയാൾക്ക് 26 ജാസ്മിൻ പ്ലാന്റും ഉണ്ട്. ഇവിടെ ജാസ്മിൻ പ്ലാന്റിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ലോസസ് 2 ഈച്ച് ഇയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് എന്താ? വെൻ വിൽ ദ നമ്പർ ഓഫ് ഡേസി പ്ലാന്റ് വിൽ ഈക്വൽ ടു നമ്പർ ഓഫ് ജാസ്മിൻ പ്ലാന്റ് ആഫ്റ്റർ ഫസ്റ്റ് ഇയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം എത്ര ഡേസി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു? 6 എണ്ണം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ വർഷം 9 12 15 18 21 എന്ന് പറഞ്ഞു പോകും.
എൻ്റെ കേസിൽ ഇവിടെ 26 ഉണ്ടായിരുന്നു. ഓരോ വർഷവും 2 വെച്ച് കുറയും. അപ്പോൾ ഇവിടെ 24, 22, 20, 18 വരും. അപ്പം ഇവിടെ എന്താണ് 18 രണ്ടിലും കോമൺ ഉണ്ട്. എത്ര വർഷം കഴിയുമ്പോഴാണ് ഇത് രണ്ടും സെയിം ആവുന്നത്? 1, 2, 3, 4. 1, 2, 3, 4. 4-ാമത്തെ വർഷം ഇത് രണ്ടും സെയിം ആവും. അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ചോദിച്ചേക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 11 എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു നമ്പർ 11 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ എങ്ങനെയാണ്? ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഡിജിറ്റുകളുടെ സം എടുത്തിട്ട് അത് മൈനസ് ചെയ്യുമ്പോൾ എന്താണ് 0 അല്ലെങ്കിൽ 11 കിട്ടും. ഇപ്പം 54, 45 ആണെങ്കിൽ 5, 4, 4, 5 അല്ലേ? അപ്പം 5, 4, 9, 5, 4, 9. അപ്പോൾ 9 - 9 ചെയ്യുമ്പോൾ 0 വരും. ഈ നമ്പർ ഡിവിസിബിളാണ്. അതുപോലെ ഓപ്ഷൻ സി എടുക്കുമ്പോൾ എത്ര? 80, 12, 4. ഇപ്പം 4, 1, 5, 5, 8, 13. 13-ന് 0, 2 കൂടെ പോയാൽ എത്ര? 11 കിട്ടും. അപ്പോൾ ഈ നമ്പർ ഡിവിസിബിളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ 4 ആണ് വരുന്നുണ്ടാവുക. അത് ചെയ്യുമ്പോൾ 0-യോ 11-ഓ വരത്തില്ല. ഓൾട്ടർനേറ്റ് ഡിജിറ്റുകളുടെ സമ്മ് 0-യോ 11-ഓ വരത്തില്ല. 22-ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? cot raised to 4 theta minus cot square theta equal to 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. വാല്യൂ ഓഫ് cos raised to 4 theta plus cos square theta എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. തന്നേക്കുന്ന എക്സ്പ്രഷൻ തന്നെ ആദ്യം എടുത്തെഴുതുക. അതായത് cot raised to 4 theta minus cot square theta equal to 1 ആണ് തന്നേക്കുന്നത്. അപ്പം ഞാനത് ഈ കോഡിനെ ഇങ്ങോട്ട് വിടുക. അപ്പം cot raised to 4 theta equal to 1 plus cot square theta ആവും. 1 plus cot square theta എന്താണ്? ഇത് cosec square theta ആണ്. അതായത് cot raised to 4 theta എന്ന് പറയുന്നത് cosec square theta ആണ് കിട്ടി. ഇനി ഇതെല്ലാം എന്താണ്? കോസിൻ്റെ ടേംസിലാക്കണം. കാരണം ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ചോദിച്ചേക്കുന്നത് cos raised to 4 pi plus cosec square 5 എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം കോട്ടിനെ എങ്ങനെ എഴുതാൻ പറ്റുന്നത്? cos raised to 4 5 എന്ന് പറഞ്ഞാൽ ഞാനിവിടെ തീറ്റ എടുക്കുന്നുള്ളൂ. sin square theta equal to 1 by sin square theta എന്നാവും. സോറി, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഇവിടെ sin raised to 4 theta. ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക? sin raised to 4 theta by sin square theta ആവും. അതായത് sin raised to 4 theta by sin square theta ആവും. അപ്പോൾ cos raised to 4 theta എന്ന് പറയുന്നത് sin raised to sin square theta എന്നാവും. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ നോക്കിയേ. cos raised to 4 theta plus cos square theta ചോദിച്ചേക്കുന്നത്. അപ്പോൾ cos raised to 4 theta ഇവിടെ ഉണ്ട്. ഇതിൻ്റെ കൂടെ ഒരു cos square theta കൂടെ വന്നാൽ മതി. അപ്പോൾ ഞാനിവിടെ sin square theta എങ്ങനെ എഴുതാൻ പറ്റുന്നത്? sin square theta 1 minus cos square theta എന്ന് എഴുതാൻ പോവാം. ഈക്വൽ ടു cos raised to 4 theta. ഇനി ഈ cos square theta ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? cos square theta പ്ലസ് cos raised to 4 theta പ്ലസ് cos square theta ഈക്വൽ ടു 1 എന്ന് വരും. ഈ സംഭവം നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓപ്ഷൻ ഫസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. ജസ്റ്റ് ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. അതായത് cos raised to 4 theta എന്താണ് 1 minus cos square theta എന്ന് എഴുതി. ഇനി ഞാൻ ഈ cos square theta ഇങ്ങോട്ട് കൊണ്ടുവരണം. cos raised to 4 theta പ്ലസ് cos square theta ഈക്വൽ ടു 1 എന്ന് കിട്ടി. അതാണ് ആൻസർ. അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. 23-ാമത്തെ ചോദ്യം എന്താ? ഇഫ് ദ സ്റ്റുഡൻറ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ഫോർ 3 hours then he studied മാത്തമാറ്റിക്സ് ഫോർ എത്ര നേരത്തേക്ക് പഠിച്ചു എന്നാണ് ചോദിച്ചേക്കുന്നത്? എത്ര മണിക്കൂറത്തേക്ക് പഠിച്ചു എന്ന് ചോദിച്ചേക്കുന്നത്? അപ്പോൾ ഇംഗ്ലീഷ് 3 മണിക്കൂറാണ് പഠിച്ചേക്കുന്നത്.
ഇംഗ്ലീഷിലെ 15% വാല്യൂ ആണ് 3 മണിക്കൂർ. 1% വാല്യൂ എത്രയാണ്? 1/5 ആണ്. ഇയാൾ 35% മാത്സ് പഠിച്ചു. 35% മാത്സ് പഠിച്ചെങ്കിൽ ഇൻറ്റു 1/5 ചെയ്യുമ്പോൾ എത്രയാണ്? 7 മണിക്കൂർ എന്ന് വരും. 7 അവേഴ്സാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ മന്ത്സ് ഹാവിങ് ഹയസ്റ്റ് പ്രൊഡക്ഷൻ ടു ദ മന്ത് ഹാവിങ് ലീസ്റ്റ് പ്രൊഡക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹയസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 108ഉം ലോവസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 45. അപ്പം 108:45 വരും. രണ്ട് സൈഡിൽ 9 കൊണ്ട് കിട്ടുമ്പോൾ എത്രയാണ്? 45, 9, 5, 45. 108ന് 12, 9, 108 12:5 ആണ് കറക്റ്റ് ആൻസർ. 25ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി ടു ഹാവ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ രണ്ട് ഇക്വേഷൻ ഏതൊക്കെയാണ്? x + by = 2, 3x - 5 - 2a × y = 6. ഇവിടെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണെങ്കിൽ എങ്ങനെ? a1/a2 = b1/b2 = c1/c2 ആയിരിക്കും. ഇവിടെ c1:c2 നമുക്കറിയാം. c1 2, c2 6 ആണ്. അപ്പം 2/6 ചെയ്യുമ്പോൾ എത്രയാണ്? 1/3 ആണ് വരുന്നത്. ഇത് എന്താണ്? a1/a2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. a2ൻ്റെ വാല്യൂ നമുക്കറിയാം 3 ആണ്. അപ്പം നമ്മൾ a1ന് വേണ്ടി സോൾവ് ചെയ്യുമ്പം എന്താ പറയുക? a2ന് അവിടെ 3 ഇട്ട് കൊടുക്കുക. അപ്പം 3/3 എന്നുള്ള a1ൻ്റെ വാല്യൂ നമുക്ക് 1 എന്ന് കിട്ടും. ഇനി ഇവിടെ ഈ സെയിം മെത്തേഡ് ഉപയോഗിച്ചാണ് b1 b2 കണ്ടുപിടിക്കുക. അപ്പം b1 b2 കണ്ടുപിടിക്കാൻ നേരത്ത് ബീനെ അങ്ങനെ തന്നെ ഇടുക. b2ൻ്റെ വാല്യൂ ആണ് ഇവിടെ തന്നേക്കുന്നുണ്ട് 5 - 2a. അപ്പം 5 - 2a = 1/3. എയുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? 1 എന്നറിയാം. ഞാനത് 1 എന്നിട്ട് കൊടുക്കുക. 1 എന്നിട്ട് കൊടുക്കുക. ഇനി സോൾവ് ഫോർ ബി ചെയ്യാൻ നേരത്തെ എന്താ? 5 - 2 3 ആവും. അപ്പം b = എന്താണ്? 1 എന്ന് തന്നെ വരും. അപ്പോൾ ഓപ്ഷൻ ഇവിടെ തെറ്റിപ്പോയല്ലോ. ഓക്കെ, ഇവിടെ ഈ മൈനസും കൂടെ ചേർത്തെടുക്കണം. അപ്പം ഇവിടെ ഈ മൈനസ് പുറത്ത് വരും. -3/3 എന്ന് വരും. അപ്പം b = -1 വരും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇൻഫിനിറ്റ്ലി മെയിൻ സൊല്യൂഷൻ വേണമെങ്കിൽ എക്ക് 1ഉം ബിക്ക് -1ഉം വാല്യൂ വേണം. ഇതായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫുള്ള് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.